ഭൂട്ടാനിലെ വാഹന വിൽപ്പന സൈറ്റായ നുംഖോറിന്റെ പേരിൽ ഓപ്പറേഷൻ നുംഖോർ പുരോഗമിക്കുകയാണ്. അതിന്റെ ഏറ്റവും പുതിയ വിവരങ്ങളാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഭൂട്ടാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വാഹനങ്ങൾ കടത്തിയ കേസിൽ കേരളത്തിലെ 3 നടന്മാരുടെ വീട്ടിൽ കസ്റ്റംസ് റെയ്ഡ്. ദുൽഖർ സൽമാൻ, പൃഥ്വിരാജ്, അമിത് ചക്കാലക്കൽ എന്നിവരുടെ വീട്ടിലാണ് പരിശോധന. രാജ്യവ്യാപകമായി കസ്റ്റംസ് 47 ഇടങ്ങളിൽ പരിശോധന നടത്തുന്നുണ്ട്. അതിൽ ഏറിയ ഇടങ്ങളും കേരളത്തിലാണ്. വിവിധ കാർ ഷോറൂമുകളിലും പരിശോധന തുടരുകയാണ്. വിവരങ്ങളുമായി എസ് ശരണും അപർണ കാർത്തികയും ഹരിമോഹനുമാണ് നമുക്കൊപ്പമുള്ളത്. ഹരിമോഹൻ, പ്രമുഖ താരങ്ങൾ ഈ ഇടനിലക്കാരിൽ നിന്ന് കാറുകൾ സ്വന്തമാക്കിയിരിക്കുന്നു എന്നതടക്കമുള്ള വിവരങ്ങൾ ഉറപ്പിച്ചതിന് ശേഷമാണോ ഈ പരിശോധനകൾ നടക്കുന്നത്? തിരുവനന്തപുരത്ത് എവിടെയൊക്കെയാണ് പരിശോധന? സുജയ, തിരുവനന്തപുരത്തെ പൃഥ്വിരാജിന്റെ കുണ്ടമൺ കടവിലുള്ള വീട്ടിലാണ് കസ്റ്റംസ് പരിശോധനയ്ക്കായി എത്തിയത്. പക്ഷേ അവിടെ വന്നപ്പോൾ ആഡംബര വാഹനങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല വീട്ടിലും മറ്റാരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടൊരു പ്രാഥമികമായ ഒരു പരിശോധന നടത്തിയ ശേഷം കസ്റ്റംസ് സംഘം ഇവിടെ നിന്ന് മടങ്ങിയിട്ടുണ്ട്. കൂടുതൽ പരിശോധന ഇവിടെ തൽക്കാലം നടത്തുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ 30 കേന്ദ്രങ്ങൾ, അതായത് വിവരം ലഭിക്കുന്നതനുസരിച്ച് എറണാകുളം, കോട്ടയം, മലപ്പുറം, കോഴിക്കോട്, പിന്നീട് തിരുവനന്തപുരം, ഇങ്ങനെ 5 ജില്ലകളിലായി 30ഓളം കേന്ദ്രങ്ങളിലാണ് പരിശോധന നടത്തുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. കൃത്യമായ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ പരിശോധന നടത്തുന്നത് എന്നുള്ളത് മനസ്സിലാകുന്നു. ഒപ്പം തന്നെ ദുൽഖർ സൽമാന്റെ നിസാൻ പെട്രോൾ, പൃഥ്വിരാജിന്റെ ലാൻഡ് റോവർ ഡിഫൻഡർ എന്നീ വാഹനങ്ങളുടെ ഇടപാടുകൾ സംബന്ധിച്ചാണ് പ്രധാനമായും ഇത്തരത്തിൽ പരിശോധന നടക്കുന്നത്. ഇവർക്ക് വാഹനങ്ങൾ വാങ്ങാൻ ഇടനിലക്കാരായി നിന്നവർ നികുതി വെട്ടിച്ചതായ അടക്കമുള്ള ആരോപണങ്ങൾ നേരത്തെ തന്നെ ഉയർന്നിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ തിരുവനന്തപുരത്തെ പരിശോധന ഒഴിവാക്കിയ സ്ഥിതിക്ക് ഇനിയിപ്പോൾ കൂടുതൽ പരിശോധന കേന്ദ്രീകരിക്കുന്നത് എറണാകുളവും കോഴിക്കോടും ഒക്കെ വെച്ചായിരിക്കും എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വ്യവസായികളുടെ വീടുകളിൽ കൂടി പരിശോധന നടത്തുന്നുണ്ട് എന്നുള്ള ചില വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അത് ആരുടെയൊക്കെ വീടുകളിലാണ് എന്നുള്ളതടക്കമുള്ള വിവരങ്ങൾ കൂടുതലായി പുറത്തു വരാനുണ്ട്. എന്തായാലും ഈ ഓപ്പറേഷൻ നുംഖോർ എന്ന് പറയുന്നത് രാജ്യവ്യാപകമായി തന്നെ നടക്കുന്ന ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് പൃഥ്വിരാജിന്റെ ലാൻഡ് റോവർ ഡിഫൻഡർ, അതുപോലെ തന്നെ ദുൽഖറിന്റെ നിസാൻ പെട്രോൾ, ഈ വാഹനവും പരിശോധനയ്ക്ക് വിധേയമാകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. നിസാന്റെ ഐതിഹാസിക SUV പെട്രോളിന്റെ 1993 മോഡലാണ്. Y60 എന്ന് കോഡ് നാമത്തിൽ അറിയപ്പെടുന്ന കാറിന്റെ പെട്രോൾ എഞ്ചിൻ മോഡലാണ് ദുൽഖറിന്റെ കയ്യിലുള്ളതെന്നാണ് കരുതുന്നത്. ചിത്രത്തിന് വേണ്ടി ഈ വാഹനം റീസ്റ്റോർ ചെയ്തു എന്നതാണ് ദുൽഖർ നേരത്തെ പറഞ്ഞത്. KL 07DD0369 എന്ന നമ്പറിൽ രജിസ്റ്റർ ചെയ്ത ഒരു വാഹനം ദുൽഖറിന്റെ പക്കലുണ്ട്. ഈ വാഹനം അത് എവിടെ നിന്നാണ് സ്വന്തമാക്കിയത് എന്നത് വ്യക്തമല്ല. പെട്രോളിന്റെ 4ാം തലമുറ വാഹനം 1988 മുതൽ 98 വരെ പുറത്തിറങ്ങിയതാണ്. ഈ വാഹനത്തിന്റെ ഓരോ എഡിഷനും പുറത്തിറങ്ങിയത് ഈ ഒരു കാലപരിധിയിൽ മാത്രമാണ്. വിവിധ വേരിയൻസ് ഉണ്ട്. അപ്പോൾ വിന്റേജ് വാഹനങ്ങളുടെ വലിയൊരു ശേഖരം ദുൽഖർ സൽമാൻ ഉണ്ട്. അതിൽ ഭൂട്ടാനിൽ നിന്ന് വന്നവയുണ്ടോ എന്നതിപ്പോൾ പരിശോധിച്ച് ഉറപ്പിക്കുകയാണോ ഇപ്പോൾ അന്വേഷണ സംഘം? ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസും കസ്റ്റംസും ഇത്തരത്തിൽ ഇപ്പോൾ കേസ് അന്വേഷിക്കുന്നത്. അതായത് റോയൽ ഭൂട്ടാൻ ആർമി ഉപേക്ഷിച്ച 150 വാഹനങ്ങൾ നിയമവിരുദ്ധമായി ഇന്ത്യയിലേക്ക് കടത്തി ഹിമാചൽ പ്രദേശിൽ രജിസ്റ്റർ ചെയ്ത് 4 ഇരട്ടി വിലയ്ക്ക് വിറ്റഴിച്ചു എന്നുള്ളതടക്കമുള്ള വിവരങ്ങളാണ് ഇന്റലിജൻസ് റിപ്പോർട്ടിൽ അടക്കം ഉള്ളത്. ഇക്കാര്യങ്ങൾ നേരത്തെ തന്നെ പുറത്തു വരികയും ചെയ്തിരുന്നു. ലാൻഡ് ക്രൂസർ, ലാൻഡ് റോവർ, ടാറ്റ SUVകൾ, നേരത്തെ സുജയ പറഞ്ഞതുപോലെ മഹീന്ദ്ര, ടാറ്റ ട്രക്കുകൾ എന്നിവയും കടത്തിക്കൊണ്ടുവന്ന വാഹനങ്ങളിൽ ഉൾപ്പെടുന്നുണ്ട്. ഹിമാചൽ പ്രദേശിലെ HP 52 രജിസ്ട്രേഷൻ നമ്പറിലാണ് കൂടുതൽ വാഹനങ്ങളും രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. വാഹനങ്ങളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളിലേക്ക് വരേണ്ടതുണ്ട്. അപർണ കാർത്തികയിലൂടെ നമുക്ക് പോകേണ്ട. അപർണ കാർത്തിക, ദുൽഖർ സൽമാന്റെ ലക്കി ഭാസ്കർ എന്ന ഹിറ്റായ സിനിമ അപർണയ്ക്ക് ഓർമ്മ കാണുമല്ലോ. ആ സിനിമയിൽ ഈ വാഹനം പെട്രോളിന്റെ 1993 മോഡൽ നിസാന്റെ ഐതിഹാസിക SUV ആണ്. ആ വാഹനം ഉപയോഗിച്ചിട്ടുണ്ട്. വിന്റേജ് വാഹനങ്ങളുടെ ഒരു കളക്ഷൻ തന്നെ ദുൽഖർ സൽമാൻ ഉണ്ട്. അതിൽ പലതും രജിസ്റ്റർ ചെയ്തതാണ്. എവിടെ നിന്ന് വാങ്ങിയതാണ് എന്നത് കൃത്യമായി ഈ നിസാന്റെ കാര്യത്തിൽ എന്തായാലും വ്യക്തമാക്കിയിട്ടില്ല. നിസാൻ പെട്രോൾ, ദുൽഖർ സൽമാന്റെ കയ്യിലുള്ള വാഹനങ്ങളുടെ കണക്കുകൾ എന്നൊക്കെ പറയുമ്പോൾ വലിയ തോതിൽ വാഹനങ്ങൾ, അതായത് ഇവിടെ ആഡംബര കാറുകൾ ഉൾപ്പെടെ അതേപോലെ തന്നെ വിന്റേജ് കാറുകളുടെ ശേഖരം തന്നെയുള്ള താരങ്ങളാണ് ഈ പറയുന്ന പൃഥ്വിരാജ് ആയാലും ദുൽഖർ സൽമാൻ ആയാലും ഒക്കെ തന്നെ. ഇവർ പലപ്പോഴും പല സിനിമകളും, ഇപ്പോൾ സുജയ സൂചിപ്പിച്ചതുപോലെ ലക്കി ഭാസ്കറിലൊക്കെ അത് ഉപയോഗിച്ചിട്ടുമുണ്ട്, നമുക്കറിയാം. പക്ഷേ ഈ പറയുന്ന സാധനങ്ങൾ, ഈ പറയുന്ന വാഹനങ്ങളൊന്നും നിയമലംഘനത്തിലൂടെ ഇവിടെ എത്തിച്ചതാണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. വ്യക്തത വരാത്തിടത്തോളം നമ്മൾക്ക് ആ വസ്തുതയെ വിശ്വസിക്കുകയേ നിർവാഹമുള്ളൂ. ഏതായാലും അന്വേഷണ സംഘം അവിടെ എത്തിയിട്ടുണ്ട്. അവർ വിശദമായ പരിശോധന നടത്തുകയാണ്. അത്
നിസാനാണോ ഏതാണ് വണ്ടി എന്നുള്ള കാര്യത്തിൽ പരിശോധിച്ച് വ്യക്തത വരുത്തിയതിനു ശേഷം അത് തന്നെയാണ് റോയൽ ആർമി ഭൂട്ടാനിൽ നിന്ന് ഇവിടേക്ക് എത്തിച്ചത് എന്ന് സ്ഥിരീകരിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഇതിലൊരു ഔദ്യോഗികമായിട്ടുള്ളൊരു അറിയിപ്പും അത് സ്ഥിരീകരിക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ. എന്തായാലും നംഖോറിലേക്ക് എങ്ങനെയാണ് എത്തുന്നത്? നംഖോറിൽ അതായത് ഭൂട്ടാനിൽ ബയാൻ സെൽ കാർസ് മോട്ടോർ ബൈക്സ് ആൻഡ് ട്രക്സ് എന്ന് പറയുന്ന ഒരു സൈറ്റ്, ആ സൈറ്റ് നംഖോർ എന്ന ആ സൈറ്റുമായി ഈ അന്വേഷണം എത്തുന്നത്, അവയിലേക്ക് എത്തുന്നത്, ഇവിടെ ഇത്രയധികം വാഹനങ്ങൾ ഇവരൊക്കെ സ്വന്തമാക്കിയിട്ടുണ്ട് എന്ന കൃത്യമായ വിവരങ്ങൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരിക്കില്ലേ? സുജി, കൃത്യമായും. കാരണം 2 ആഴ്ച മുമ്പ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ചില വാർത്തകൾ മലയാളത്തിലും ദേശീയ മാധ്യമങ്ങളിലും ഉൾപ്പെടെ വന്നിട്ടുണ്ടായിരുന്നു. ഹിമാചലിൽ നിന്ന് നികുതി അടയ്ക്കാതെ നികുതി വെട്ടിപ്പിലൂടെ നിരവധി വാഹനങ്ങൾ കേരളത്തിലേക്ക് എത്തിക്കുന്നു, കേരളം ഉൾപ്പെടെയുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതായിരുന്നു ആ വാർത്ത. ആ വാർത്തയുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു പരിശോധനയിലേക്ക് സംഘം എത്തുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഇത് കേരളത്തിൽ മാത്രമല്ല, തമിഴ്നാട്ടിലെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ആളുകളുടെ വീടുകളിലും പരിശോധന നടക്കുന്നുണ്ട് എന്നുള്ളതാണ് സ്ഥിരീകരിക്കാത്ത വിവരങ്ങളാണ്. പക്ഷേ ഓപ്പറേഷൻ നുങ്കൂറിന്റെ ഭാഗമായി തന്നെയാണ് ഈ പരിശോധന എന്ന് വ്യക്തമാകുന്നുണ്ട്. ഇത് ഒരു ടൈമിൽ, അതായത് കാലാകാലങ്ങളിൽ ഇങ്ങനെ റോയൽ ഭൂട്ടാൻ ആർമി അവരുടെ വാഹനങ്ങൾ ഒരു നിശ്ചിത സമയം കഴിയുമ്പോൾ വാഹനങ്ങൾ അവർ ലേലത്തിൽ കൊടുക്കാറുണ്ട്. അത് സ്വാഭാവികമായുള്ള നടപടിക്രമം മാത്രമാണ്. ആ രീതിയിൽ നടക്കുന്ന വാഹനങ്ങൾ അത് പലപ്പോഴും വലിയ വിലയൊന്നും അതിനുണ്ടാവില്ല. ഇതിപ്പോൾ ഈ പറയുന്ന വാഹനങ്ങൾക്ക് തന്നെ, ഇപ്പോൾ ഓപ്പറേഷൻ നുങ്കൂറിലൂടെ പരിശോധിക്കുന്ന വാഹനങ്ങൾക്ക് തന്നെ പരമാവധി 5 ലക്ഷമോ 6 ലക്ഷമോ രൂപയാണ് ലേലത്തിൽ അവർ വിറ്റത്. ഈ വാഹനം ഒരു ഗ്രൂപ്പ്, അതായത് ഇതൊരു ലോബി തന്നെയാണ്, ഒരു വലിയ ശൃംഖലയാണ്, രാജ്യവ്യാപകമായി പ്രവർത്തിക്കുന്നുണ്ട്. നേരത്തെ നമ്മളെല്ലാവരും കേൾക്കുന്ന കാര്യമാണ്, പോണ്ടിച്ചേരിയിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ വാഹനങ്ങൾക്ക് നികുതി ഇളവുള്ളതുപോലെ തന്നെ ദില്ലിയിൽ നിന്നും മറ്റും വാഹനങ്ങൾ ഇറക്കുമതി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചില എളുപ്പമാർഗങ്ങളുണ്ട്. ആ രീതിയിലൂടെ വാഹനം എത്തിക്കുന്ന വലിയ ശൃംഖല രാജ്യവ്യാപകമായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അത് വിദേശങ്ങളിൽ നിന്ന് വാഹനങ്ങൾ എത്തിക്കുന്ന ഒരു സംഘവും ഇവിടെ സജീവമാണ്. ഇത് ആഡംബര വാഹനങ്ങൾ ഉൾപ്പെടെ ഉള്ള വാഹനങ്ങളാണ് പ്രധാനമായും എത്തിക്കുന്നത്. പലപ്പോഴും വിന്റേജ് മോഡലുകൾക്കും ഇത്തരത്തിൽ വലിയ തുക കൊടുത്ത ആളുകൾ വാങ്ങിക്കാൻ ഇവിടെയുണ്ട്. ആ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘമാണ് ഇതിന് പിന്നിലുള്ളത്. ആ സംഘത്തിൽ നിന്ന് ഇവർക്ക് ഈ പറയുന്ന താരങ്ങളുമായിട്ട് ഒരുപക്ഷെ കേരളത്തിൽ ഇതിന് ഡീലർമാരായിട്ട് പോലും നേരിട്ട് ബന്ധം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഈ സംഘം വലിയ തോതിൽ പ്രവർത്തിക്കുന്നുണ്ട്. പല വാഹന വിപണി ആ ശൃംഖലയിലുള്ള ആളുകളുമായി ഇവർക്ക് അടുത്ത ബന്ധമുണ്ടായിരിക്കും. അങ്ങനെയാണ് ഇവർ ആളുകളെ കണ്ടെത്തുകയും ഇത്തരം കളക്ഷനുള്ള ആളുകളിലേക്ക് നേരിട്ട് എത്തുകയും ചെയ്യുന്നത്. അവർ ഇവിടെ രജിസ്റ്റർ ചെയ്തതിന് ശേഷമാണ് വിൽപ്പന നടപടികൾ ഉൾപ്പെടെ നടത്തുന്നത്. അതായത് ആളുകളെ ആദ്യം കണ്ടെത്തി, ഇപ്പോൾ ഈ മോഡലിന്, ഇപ്പോൾ ദുൽഖർ സൽമാന്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തി എന്ന് പറയുന്ന മോഡലിന് ഏകദേശം 60 ലക്ഷം രൂപ വിലയുണ്ട്. 60 ലക്ഷം രൂപയ്ക്കാണ് ദുൽഖർ അത് വാങ്ങിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ആ വാഹനമാണെങ്കിൽ അതേ ശ്രേണിയിലുള്ള വാഹനങ്ങൾ ഇപ്പോൾ പൃഥ്വിരാജിന്റെ കയ്യിലും ഇപ്പോൾ നേരത്തെ പറഞ്ഞ അമിത് ചക്കാലയുടെ സംബന്ധിച്ച്